പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തന്നെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. എല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ക്രമീകരിക്കുന്ന വചനഗ്രഹണത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ ഏവെങ്കിലും ഭാഗം പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്നതായ ഒന്നാമത്തെ ഞായറാഴ്ച ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: യേശു തമ്പുരാൻ തിബരിയാസ് കടൽ തീരത്ത് തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആമുഖമായി 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശു തമ്പുരാൻ കഴിഞ്ഞ ഞായറാഴ്ചകളിലെ ഏവെങ്കിലും ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ അനേകം ആളുകളെ ഭയന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് വീടിന്റെ ഉൾമുറിയിലായിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് കടന്നു വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് സമാധാനം ആശംസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും കഴിഞ്ഞ ഞായറാഴ്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ ശാഠ്യത്തോടുകൂടി ഇരിക്കുന്ന മാർത്തോമാ ശ്ലീഹായുടെ മുമ്പിലേക്ക് അതാ യേശു തമ്പുരാൻ കടന്നു വന്ന് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ ഏവെങ്കിലും പഠിക്കുമ്പോൾ ആ ഏവെങ്കിലും ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ പേടിച്ച് ആശങ്കയോടുകൂടി അവരായിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ ഏർപ്പെടുന്നതായ ജോലി മേഖലകളിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പ്രഭാതമായപ്പോൾ തന്റെ ശിഷ്യന്മാർ വല വീശുവാനായി പടകിൽ കയറി തിബരിയാസ് കടൽ തീരത്ത് വന്നിട്ട് അതിനുശേഷം അതാ നടുക്കടലേക്ക് കടന്നു പോകുമ്പോഴും അവർ വല വീശുമ്പോഴും അവരാഗ്രഹിച്ചതുപോലെ വല ലഭിക്കാതെ മത്സ്യങ്ങൾ ലഭിക്കാതെ കടന്നു വന്നപ്പോൾ അതാ ഈ കടൽ തീരത്ത് പ്രത്യക്ഷപ്പെടുന്നതായ ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ തിബരിയാസ് കടൽ തീരം, ഈ വചനം ഈ ദിവസം നമ്മോട് എന്താണ് ഓർമ്മപ്പെടുത്തുന്നതെന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം. ആമുഖമായിട്ട് ഈ വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, ഈ കടൽ തീരം നമ്മോട് എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ഈ കടൽ കാറ്റ്, ഈ കടൽ മണൽത്തരികൾ നമ്മോട് എന്താണ് ഈ ഞായറാഴ്ച ദിവസം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്കറിയാം, നമ്മുടെ യാത്രകളിലെല്ലാം നമ്മളെല്ലാം ടൂറ് പോകുമ്പോൾ പല യാത്രകളിലായിരിക്കും നമ്മളൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് മറ്റെവിടെയല്ല, ഒരു ബീച്ച് നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാറുണ്ട്, അല്ലെ? കടൽ തീരം. എന്തുകൊണ്ടാണ് ഈ കടൽ തീരം തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ആകുലതകളും വ്യാകുലതകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കടൽ തീരത്ത് പോയി ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലേ? കാരണം എന്താ? അവിടെ അടിക്കുന്നതായ തിരമാലകൾ നമുക്ക് ചില സന്തോഷങ്ങളൊക്കെ നൽകുന്നുണ്ട്. അവിടെ കാണുന്ന മണൽത്തരികളെല്ലാം നമുക്ക് കുറച്ച് സന്തോഷങ്ങളൊക്കെ നൽകുന്നുണ്ട്, അല്ലെ? അവിടെ ചെന്നിരിക്കുമ്പോൾ അവിടെ നടിക്കുന്ന കാറ്റുകളും അല്ലെങ്കിൽ അവിടെ നൽകുന്നതായ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കടലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തിരമാലകൾ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ പ്രതീകമാണെന്ന് കവി ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മറ്റൊന്നുമല്ല, ഈ ഏവെങ്കിലും ഭാഗത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, തീരത്ത് കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, തിബരിയാസ് കടൽ തീരത്തിന്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ 13 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ളതായ ഒരു തടാകമാണ് ഈ തിബരിയാസ് കടൽ തീരം. എന്നാൽ ആ ശിഷ്യന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ അവർ ഒരുപാട് വല വീശി, എങ്കിലും അവർക്ക് മത്സ്യത്തിൽ ലഭിക്കാതെ ഭാരപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ കടൽ ഒരു മനുഷ്യ പ്രതീകമാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഞാനും നിങ്ങളോട് പറയുവാൻ വേണ്ടി പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇല്ലായ്മയിൽ, നമ്മുടെ വല്ലായ്മയിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ കുറവുകളിൽ, നമ്മുടെ കഷ്ടതകളിലെല്ലാം നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുന്നുണ്ട്. നമ്മളെ കാത്തു നിൽക്കുന്ന ആ തീരം, ആ കടൽ തീരത്ത് കാത്തു നിൽക്കുന്ന ഒരു യേശു തമ്പുരാനെ കാണുന്നുണ്ട്. നമുക്കറിയാം, ശിഷ്യന്മാര് പ്രഭാതത്തിൽ അവർ വലവീശുവാനായിട്ട് പോയി. എന്നാൽ അവരുടെ പ്രഭാതത്തിൽ അവർ ഇരുട്ടുമൂടിയ അവസ്ഥയിലായപ്പോൾ ആ പ്രഭാതത്തിൽ പ്രകാശം നൽകുന്ന ഒരു ക്രിസ്തുവിനെ കാണുന്നുണ്ട്. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, അല്ലെ? ആ ലോകത്തിന്റെ പ്രകാശം ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പത്രോസിന് തുല്യമാണ് എന്ന് ഈ വചനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം ചിന്തിക്കാറുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? അതാ കടൽ തീരത്തിലേക്ക് ക്രിസ്തു കടന്നു വരുമ്പോൾ പത്രോസിന് ആ തന്റെ ഗുരുവിനെ മനസ്സിലായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് യോഹന്നാന്
തന്റെ ഗുരുവിന്റെ സാന്നിധ്യം അപ്പോൾ തന്നെ മനസ്സിലായി എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പത്രോസിനെ കുറ്റപ്പെടുത്തിയതല്ല. പലപ്പോഴും നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ആ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്നതായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതാനുഭവത്തിൽ അല്ലെങ്കിൽ ആ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവനെ തിരിച്ചറിയാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കേണ്ടിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചകളിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ക്രിസ്തുവിനെ നാം കണ്ടില്ല എന്ന് നടിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നാം മനസ്സിലാക്കണം, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിലെല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്ന് നാം മറന്നു പോകരുത്. പലപ്പോഴും വേദന നിറഞ്ഞതായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, സങ്കടത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടാകാതെ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ കർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ കുറ്റപ്പെടുത്താറുണ്ട്, അല്ലേ? എനിക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അനുഭവം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇതര സമുദായത്തിൽപ്പെട്ടതായ ഒരു പെൺകുഞ്ഞ്, അവളായിരുന്ന അവസ്ഥ മുതൽ അവളുടെ സന്തോഷത്തിലും സമാധാനത്തിലൊക്കെ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ജീവിച്ചവളായിരുന്നു. എന്നാൽ 9 മാസം ഗർഭിണിയായിരുന്ന മകൾ രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിച്ചു, പാടി, വാഴ്ത്തി. അതിനുശേഷം അവൾക്കൊരു വയറുവേദന അനുഭവപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെയുമായി ആശുപത്രിയിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ പറയുകയാണ്, തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്, പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയാണ്. ആ മകൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്. അമ്മ ചോദിച്ചു, മോളെ, നീ ഇന്ന് പ്രഭാതത്തിൽ വരെ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചതല്ലേ, പിന്നെ എന്തുകൊണ്ടാ ദൈവം ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത്? അവൾ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഈ ഭൂമിഗോളത്തെ മുഴുവൻ തിരിച്ചു കിടത്തുവാൻ കഴിവുള്ള ഒരു പൊന്നുതമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ എന്തിനാ ഭാരപ്പെടുന്നേ എന്ന് അവൾ പറയുണ്ടായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേദനയ്ക്ക് ഒരു ശമനമുണ്ടായി. പെട്ടെന്ന് തന്നെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ ആവശ്യമില്ല, സുഖം പ്രാപിച്ചു എന്ന് പറയുകയുണ്ടായി. ഇത് ഓർമ്മപ്പെടുത്തിയത്, നമ്മുടെ വേദനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, കരുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവനെ നാം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് കാണുന്നുണ്ട്, എരിയുന്ന തീക്കനലുകളും പൊള്ളുന്ന സ്മരണകളും ഈ ഏവെങ്കിലും ഭാഗത്തിന്റെ ഓരോ വരികളിലും എഴുതിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കടൽക്കരയിൽ എരിയുന്ന കനലുകളുടെ മുകളിൽ അവയിൽ വെന്തു മണമൂറുന്നതായ അപ്പമത്സ്യങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, തന്റെ ശിഷ്യന്മാർ പ്രഭാതത്തിൽ വലവീശുവാനായിട്ട് കടന്നു പോകുമ്പോൾ അവരാഗ്രഹിച്ചതുപോലെ മത്സ്യത്തെ ലഭിക്കാതെ ഭാരപ്പെടുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, സ്നേഹമുള്ളവരെ, അവർ വിശന്ന് വലഞ്ഞ് കടൽക്കരയിലേക്ക് കടന്നു വരുമ്പോൾ പ്രാതലൊരുക്കി കാത്തു നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടല്ലേ ഏവെങ്കിലും ഭാഗത്തിലൂടെ. എന്നാൽ ഇവിടെ എരിയുന്ന തീക്കനലുകളിലേക്കാൾ ഉപരിയായിട്ട് പൊള്ളുന്ന സ്മരണകൾ ആർക്കാണ് ഉണ്ടായത്? മറ്റാർക്കുമല്ല, ശീമോൻ പത്രോസിനായിരുന്നു. കാരണം കോഴി കൂവുന്നതിന് മുമ്പേ ഇവർ കടൽക്കരയിൽ പോയി മത്സ്യത്തെ പിടിക്കുവാനായിട്ട് പോയി. എന്നാൽ അതുപോലെ തന്നെ കോഴി കൂവുന്നതിന് മുമ്പേ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ആ ഓർമ്മകൾ അവനെ എരിയുന്ന തീക്കനലിനേക്കാൾ ഉപരിയായിട്ട്, അതിനപ്പുറമായി അവനെ സങ്കടപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തു ശീമോൻ പത്രോസിനുൾപ്പെടെ തന്റെ ശിഷ്യന്മാർക്ക് പ്രാതലൊരുക്കി കാത്തു നിൽക്കുന്നതായിട്ട് ഈ എവൻഗേലിയൻ ഭാഗത്തിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാതലൊരുക്കി കാത്തു നിൽക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സുഖത്തിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ ആനന്ദത്തിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരല്പമെങ്കിലും പ്രാതലൊരുക്കിക്കൊണ്ട് കാത്തു നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ സ്നേഹമുള്ളവരെ? നമ്മളെല്ലാം ഈ ഏവെങ്കിലും ഭാഗങ്ങളും പ്രസംഗങ്ങളൊക്കെ ഒരുപാട് കേട്ട് നമ്മളൊക്കെ മടങ്ങിപ്പോകുന്നവരാ, യാത്ര ചെയ്യുന്നവരാ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, നിരാശയിൽ കഴിയുന്നവർക്ക് പ്രാതലായി നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ക്രിസ്തു കാണിച്ചു തരുന്ന മാതൃക, ആ ക്രിസ്തുവിന്റെ സ്നേഹം പ്രാതലായി മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ആ ഭാഗത്തിൽ നിന്ന് മാറുമ്പോൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഭക്ഷണത്തിന് മുമ്പുള്ളതായ ഒരു പങ്കിടലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, പടകിന്റെ വലതുഭാഗത്ത് നിങ്ങൾ വല വീശുവാൻ പറഞ്ഞു. മത്സ്യത്തെ കിട്ടിക്കഴിയുമ്പോൾ, സ്നേഹമുള്ളവരെ, കടന്നു വരുമ്പോൾ ക്രിസ്തു പറയുന്നതായ ഒരു വാക്കിങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടിയതായ ആ മീനുകളിൽ നിന്നും കുറച്ചിങ്ങോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ക്രിസ്തു സ്വയം ജീവന്റെ അപ്പമായി തീരുന്നത്. ക്രിസ്തു സ്വയം നമുക്ക് വേണ്ടി ജീവന്റെ അപ്പമായി തീരുന്നത്.
സ്വന്തം ശരീരം ഭക്ഷണമായി നമുക്ക് നൽകിക്കൊണ്ട് അവന്റെ സ്നേഹത്തെ നമുക്ക് കാണിച്ചു തരുമ്പോൾ പലപ്പോഴും ഒരു പങ്കിടലിന്റെ അവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്കറിയാം, വിശുദ്ധ ആരാധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ അപ്പവീഞ്ഞുകൾ തിരുശരീരക്തങ്ങളായി മാറുമ്പോൾ അത് മുറിച്ച് എല്ലാവർക്കും പങ്കിടുമ്പോൾ പ്രിയമുള്ളവരെ, ആ പങ്കുവയ്ക്കലിന്റെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവർ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് കേട്ടതായ വിശുദ്ധ ഭാഗത്തിലെ 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തെടുക്കാം. ഒന്നാമതായിട്ട്, അതാ കടൽ തീരത്ത് കാത്തു നിൽക്കുന്ന ഒരു ക്രിസ്തു. പ്രിയമുള്ളവരെ, ആ ക്രിസ്തുവിനെ കണ്ടില്ലെന്ന് നടിക്കാതെ, ആ ക്രിസ്തുവിനെ നാം കാണുമ്പോൾ സ്നേഹത്തോടുകൂടി അവന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട്, എരിയുന്ന തീക്കനലുകളും പൊള്ളുന്ന സ്മരണകളും. ശീമോൻ പത്രോസിന്റെ ജീവിതം ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എരിയുന്ന തീക്കനലുകളായി പൊള്ളുന്ന സ്മരണകളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട്, ഭക്ഷണത്തിന് മുമ്പേ പങ്കിടുന്നതായ ഒരു അനുഭവം, ഒരു ഷെയറിംഗ് മെന്റാലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ഓരോ പ്രസംഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. ആ ക്രിസ്തുവിനെ പോലെ സ്നേഹത്തോടുകൂടി മറ്റുള്ളവർക്ക് പ്രകാശധാരയായി ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.